ഇടതുപക്ഷത്തിന് തീർച്ചയായും മറുപടിയുണ്ട്. ഒന്ന്, ക്ഷേമ പെൻഷനുകൾ കേരളത്തിൽ അനുവദിക്കുന്നത് ആദ്യമായിട്ട് നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിക്കുന്നതിന് വേണ്ടി ആ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ അത് കിട്ടിയാൽ അവർ കള്ളു കുടിച്ച് കളയുമെന്ന് പറഞ്ഞയാളാണ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന കെ കരുണാകരൻ. എല്ലാ സാമൂഹ്യക്ഷേമ പെൻഷനുകളെയും ഇന്നേ വരെ കേരളത്തിൽ UDF അധികാരത്തിൽ വന്ന് ആകെ പെൻഷൻ വർദ്ധിപ്പിച്ചത് ഒരു 100 രൂപയാണ്. 45 രൂപയിൽ നിന്ന് 1600 രൂപയിലേക്ക് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്തിയതെങ്കിൽ അതിൽ ഒരു 100 രൂപയുടെ വർധന മാത്രമാണ് UDF. മറ്റെല്ലാ വർധനയും നടത്തിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ്. കേരളത്തിൽ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക വെച്ച ഗവൺമെൻറ്റാണ് UDF. ആ കുടിശ്ശിക തീർത്തു കൊടുത്ത ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF. 600 ഉണ്ടായിരുന്ന പെൻഷൻ 1600 ആക്കി മുടങ്ങാതെ ജനങ്ങളുടെ കൈകളിലെത്തിക്കാനാണ് കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിച്ചത്. പക്ഷേ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം, കേരളത്തിൻ്റെ റവന്യൂ കമ്മി ഗ്രാൻഡ്, ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ്, വായ്പ എടുക്കാനുള്ള കേരളത്തിൻ്റെ അധികാര പരിധി, അതെല്ലാം കുറയ്ക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ ചെറിയ ഒരു പ്രയാസം വന്നു. കുടിശ്ശിക 5 മാസം ഉണ്ടായി, 3 മാസത്തെ ഇപ്പോൾ കൊടുത്തു. ശേഷിക്കുന്ന 2 മാസത്തെ കുടിശ്ശികയാണുള്ളത്. 2025 മാർച്ചിന് മുമ്പായി 1 മാസത്തെ പോലും പെൻഷൻ കുടിശ്ശികയില്ലാതെ മാസാമാസം പെൻഷൻ വീടുകളിൽ എത്തിക്കുമെന്ന് പറഞ്ഞ ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. വികസനവുമായി ബന്ധപ്പെട്ട് പാലക്കാട് മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പാലക്കാട് മണ്ഡലത്തിൽ 3 ടേമായി ജയിച്ച ഇവിടുത്തെ MLA എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? പാലക്കാട് ടൗൺ ഹാൾ ഒറ്റപ്പാലത്ത് ചെയ്തത് പറയാം. ഏതാ അറിയേണ്ടത്? ഒറ്റപ്പാലത്തെ പറയാം. ഒറ്റപ്പാലത്തെ അറിയണോ? ഒറ്റപ്പാലത്തെ നമുക്ക് ചർച്ചയാക്കാം. കിഫ്ബി പദ്ധതിയിൽ 4 പദ്ധതികൾ പൂർത്തീകരിച്ചു സഹോദര. അതെ, ഒറ്റപ്പാലത്തെയാണ് ചർച്ചയെങ്കിൽ ഇപ്പൊ പറയാം. അതെ, പാലക്കാട്ടെ വിഷയമാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ ചോദിച്ചോ. നിങ്ങൾ പറയുമ്പോ ചോദിച്ചതിന് മറുപടി പറയാം. പാലക്കാട് മണ്ഡലത്തിൽ MLA മുൻകൈയെടുത്ത് നടത്തിയ പൂർത്തീകരിച്ച വികസന പ്രവർത്തനം എന്താ? ഞാൻ പറയട്ടെ, പാലക്കാട് മെഡിക്കൽ കോളേജ് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? എത്ര ലക്ഷം രൂപ UDF ഗവൺമെന്റിന്റെ കാലത്ത് മെഡിക്കൽ കോളേജിന് ചെലവാക്കി? UDFന്റെ പ്രതിനിധി പറയട്ടെ. എത്ര ലക്ഷം രൂപ, എത്ര കോടി രൂപ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിൽ മെഡിക്കൽ കോളേജിന് ചെലവാക്കി? മെഡിക്കൽ കോളേജ് ഇന്ന് കാണുന്ന നിലയിലാക്കുന്നതിന് ഫണ്ട് ഏതാണ്ട് 90% അനുവദിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. MLA മുൻകൈയെടുത്ത് നടത്തിയ വികസന പ്രവർത്തനത്തിന്റെ, നഗരസഭ നടത്തിയ പ്രവർത്തനത്തിന്റെ വിശകലനം ആളുകൾക്ക് അറിയുന്നുണ്ട്. നഗരസഭയിലെ റോഡുകൾ, അതുപോലെ തന്നെ മോയൻസ് സ്കൂളിന്റെ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാതെ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ, അതിന് നേതൃത്വം നൽകാൻ കഴിയാതെ MLA ആ ഫണ്ട് പൂർണ്ണമായും വിനിയോഗിക്കാതെ പോയത്. പാലക്കാട് ടൗൺ ഹാൾ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ BJP സ്വീകരിക്കുന്ന നിരുത്തരവാദപരമായ സമീപനം, അതെല്ലാം ഈ നാട് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. തകർന്നു കിടക്കുന്ന റോഡ് വിതരണം, അവതാളത്തിലായിട്ടുള്ള കുടിവെള്ളം, അതുപോലെ തന്നെ നാടിൻ്റെ വികസനം, ഈ മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും. അതിന് സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി, കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിനിധി, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ഒരു MLA ഈ മണ്ഡലത്തിൽ നിന്നുണ്ടായാൽ നല്ല നിലയിലുള്ള വികസന മുന്നേറ്റം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.